നമ്മൾ പാലക്കാട്ടേക്കൊന്ന് പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമാണ്. അതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രതിഷേധം തുടരാൻ DYFIയും BJPയും. നമസ്കാരം. ചൊട്ടച്ചാൻ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി എന്നൊരു ചൊല്ലുണ്ട്. ഭാരക്കൂടുതൽ കാരണം കോഴിക്ക് പറക്കാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ കോഴി പുരാണം ചിറകടിച്ച് അനന്തവിഹായസിൽ എത്ര വേണമെങ്കിലും പറന്നു നടക്കും. പറക്കാൻ ശേഷിയില്ലാത്തവരെ പറപ്പിക്കും നമ്മുടെ ചില ചാനലുകൾ. റിപ്പോർട്ടർ ചാനലിലെ മൃദുരോമ ഹൃദയനും മിനുസ മഹാശിരസ്കനുമായ ഒരാൾ ഒരു കോഴിയെ പറപ്പിക്കുന്ന വിധമാണ് നമ്മൾ കേട്ടത്. ക്കെതിരെ പാലക്കാട് വീടുകൾ കയറി പ്രചരണം ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. വനിതകളെ അണിനിരത്തി പ്രതിഷേധ പരിപാടികളും കുടുംബയോഗങ്ങളും നടത്താനാണ് DYFIയുടെ തീരുമാനം. ഏതോ പുനത്തിൽ കയറി മുട്ടയിട്ട ആ കോഴിക്ക് പിന്നാലെ ഈ മരം വെട്ടുകാരുടെ ചാനൽ പോകാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഇപ്പോൾ കോഴിയുമില്ല, പൂടയുമില്ല, ചീമുട്ടയുമില്ല എന്നതാണ് അവസ്ഥ. എങ്കിലും വിടരുത്. നമ്മൾ തുടങ്ങി വച്ചതും ചീറ്റിപ്പോയതുമായ ഒരു കഥയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില പ്രതീക്ഷ ഉണ്ടാകുന്നത് കുറ്റമല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എയർ ചെയ്യാൻ 1 ഡസൻ ശബ്ദരേഖകൾ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്നാണ് മരമുറി പോർട്ടലിൻ്റെ മൊയലാളി അന്ന് പറഞ്ഞത്. ഏതു വിഷയത്തിലും തമ്മിലടിക്കുന്ന അവരുടെ ഐവർ സംഘം രാഹുലിനെതിരെ എന്തൊരു ജയൻ്റായിട്ടാണ് പ്രവർത്തിച്ചു വന്നത്. കണ്ടവൻ്റെ പേരെടുക്കാൻ നടന്ന കാട്ടുകള്ളന്മാരുടെ ചരിത്രത്തിന് അധികം ആയുസുണ്ടായില്ല. പാലക്കാട്ട് കാലുകുത്തിയാൽ ഞൊട്ടും, തലകുത്തിയാൽ വെട്ടും, പൊതുപരിപാടിയിൽ വന്നാൽ തല്ലുമെന്നൊക്കെ എന്തൊരു ഭീഷണിയായിരുന്നു. DYFIക്കാർ കിടക്കാനും BJPക്കാർ ഉണരാനും വൈകിയതിനാൽ അവരുടെ ജായൻ്റായ പരിപാടികളെല്ലാം തന്നെ ചീറ്റിപ്പോയി. ഞങ്ങളെ അറിയിക്കാതെ രാത്രിയുടെ 2-ാം യാമത്തിലും ബ്രാഹ്മ മുഹൂർത്തത്തിലുമാണ് ഈ രാഹുൽ കുട്ടൻ വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തടയാൻ പറ്റാത്തത് എന്നായി പരിദേവനം. എങ്കിൽ കണ്ടോളിൻ എന്ന് പറഞ്ഞ് കൂറ്റൻ ഫ്ലെക്സ് വെച്ച് വരവറിയിച്ചിട്ടും കാര്യമായ കുന്തുളിപ്പൊന്നും 2 കൂട്ടർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. DYFIക്കാർ രാഹുലിൻ്റെ കാറിലെ പൊടിയെല്ലാം കൊടി കൊണ്ട് തന്നെ തുടച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ്. ആ പരിപാടിയും ചീറ്റിയതോടെ പുതിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് DYFIയും BJPയും. വീട് വീടാന്തരം കയറി രാഹുലിൻ്റെ പെണ്ണുപിടി കഥ പറയുകയാണവർ. വോട്ടർമാരെ അങ്ങനെ ബോധവൽക്കരിക്കും. കൊടിയും പിടിച്ച് വീട് കയറാൻ ഒന്ന് ചെല്ലൂ. DYFIക്കാരൻ്റെ മുഖത്ത് നോക്കി കൽപ്പാത്തിയിലെ പാർട്ടിമാർ ആട്ടാതിരുന്നാൽ നല്ല കാര്യം. സ്വന്തം പാർട്ടിയിലെ സകലമാന പെണ്ണുപിടിയന്മാർക്കും വിടുവേല ചെയ്തു കൊടുക്കുന്ന DYFIക്കാരന് അന്തസ്സുണ്ടെങ്കിൽ ആ പിണറായി വിജയനോട് പോയി ഒന്ന് പറയണം. സഖാവേ, നിങ്ങളുടെ കരുതൽ കാരണം ഞങ്ങൾ നാണം കെട്ടു, തൊണ്ടയടഞ്ഞു. ആ മുകേഷ് ശശിമാരെ ഒന്ന് ഇറക്കി വിടൂ പ്ലീസ്. ഒരു മുൻ MLAയുടെ മകൾക്കെതിരെ നടത്തിയ പരാക്രമത്തിൻ്റെ പേരിലാണ് P ശശി പാർട്ടിയിൽ നിന്നും പുറത്തു പോയത്. എന്നെ ഈ പാർട്ടിയാണ് രോഗിയാക്കിയത് എന്നായിരുന്നു ആ മുൻ MLA കരഞ്ഞു പറഞ്ഞത്. ശശിക്കെതിരെ പരാതി നൽകിയതിൻ്റെ പേരിൽ ആ നല്ലവനായ കമ്മ്യൂണിസ്റ്റുകാരൻ അനുഭവിച്ച വേദനകൾ ചില്ലറയൊന്നുമല്ല. പിണറായി വിജയൻ്റെ വരവോടെ ശരവേഗത്തിലാണ് ശശിയെ പാർട്ടിയുടെ കീഴ്ക്കമ്മിറ്റിയിൽ നിന്നും എടുത്തുപോക്കി ഇടതുവശത്ത് കൊണ്ടിരുത്തിയത്. രാഹുലിൻ്റെ സദാചാരം തുറന്നുകാട്ടി വീട് കയറാൻ ചെല്ലുന്നവന്മാരെ ജനം ആട്ടിവിടും. രാഹുൽ പരിശുദ്ധനായതുകൊണ്ടോ അയാൾക്ക് തെറ്റുപറ്റാത്തത് കൊണ്ടോ അല്ല ഈ സ്നേഹം. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ സ്നേഹമാണത്. അയാൾക്കെതിരെ ലൈംഗികാരോപണങ്ങൾ പലരും പറയുന്നതിന് മുമ്പ് തന്നെ അയാളെ പാർട്ടി നോട്ടപ്പുള്ളിയാക്കിയിരുന്നു. ഇവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് കരുതിയായിരുന്നു DYFIയും CPMഉം അയാൾക്ക് പിന്നാലെ നടന്നത്. പിണറായി വിജയൻ്റെ ഗുണ്ടാപ്പണി ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ തലതല്ലി പൊട്ടിക്കാൻ നടക്കുന്ന കൊട്ടേഷൻ സംഘം മാത്രമാണിപ്പോൾ കേരളത്തിലെ DYFIക്കാർ. കുഴൽനാടൻ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ കൊടിയും പിടിച്ചുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ജാഥ നടത്തും. ഇതൊക്കെയാണ് DYFIയുടെ പരിപാടി. ഇന്നലെ നടന്ന ഒരു സംഭവം നോക്കൂ. ഒരു വീടിൻ്റെ പോർച്ചിൽ കിടന്ന ആംബുലൻസ് ഇരുളിൻ്റെ മറവിൽ വന്ന DYFI സംഘം അടിച്ചു തകർക്കുന്നു. അതിനു പ്രതികാരമായി SDPIക്കാർ DYFIക്കാരൻ്റെ ആംബുലൻസ് കത്തിക്കുന്നു. വെറുതെ കിടക്കുന്ന ഒരു ആംബുലൻസ് തല്ലിപ്പൊളിക്കുന്നതിൻ്റെയും അതിനു പകരം വീട്ടാൻ മറ്റവൻ്റെ ആംബുലൻസിന് തീയിടുന്നതിൻ്റെയും രാഷ്ട്രീയം എന്താണ്? സംഘർഷങ്ങൾ സൃഷ്ടിക്കുക. അതിന് തുടക്കമിട്ടത് ആരാണ്? DYFI. ഇവർ ഈ നാടിനോട് കാട്ടുന്ന കരുതലാണോ ഇതൊക്കെ? ഒരു തീപ്പൊരി വീണാൽ വർഗീയത കത്തിക്കാൻ പറ്റുന്ന ഒരിടമായി കേരളം മാറിയത് അറിയാത്തവരാണോ ഈ DYFIക്കാർ? സാമൂഹിക ജീവിതത്തിൻ്റെ കാതലായ ഒരു പ്രശ്നത്തിലും അഭിപ്രായമില്ലാത്ത, ആശയങ്ങളോ ജനകീയതയോ ഇല്ലാത്ത DYFIക്കാർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏക ആശ്വാസമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭവിഷയം. അയാൾക്കെതിരെ ആരോപണം ഉയർന്നിട്ട് 3 മാസത്തോളമായി. ഇതുവരെ പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ച് ഒരു കേസെടുത്തിട്ടില്ല, ഒരു പരാതിക്കാരുമില്ല. അയാൾക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവതിയുടെ ഒരു അഭിമുഖം അടുത്ത കാലത്ത് കണ്ടു.
ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു പരിചയപ്പെട്ടതായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. നല്ലൊരു വ്യക്തിയാണെന്നാണ് തോന്നിയത്. അവതാരക ചോദിച്ചു, പിന്നെ എപ്പോഴാണ് ആ ബന്ധം വഷളായത്? 24 മണിക്കൂറിനുള്ളിൽ തന്നെ വഷളായി. എന്നിട്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനകം അയാൾ മോശം സ്വഭാവം പുറത്തെടുത്തുവെങ്കിൽ മാനം മര്യാദയുള്ളവരും അഭിമാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും എന്തായിരിക്കും ചെയ്യുക? ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കും. പക്ഷേ പിന്നെയും 3 വർഷക്കാലം ആ ബന്ധം തുടർന്നു. ചാറ്റുകൾ, വിളികൾ, ഇതെല്ലാം രാഹുൽ പാലക്കാട്ടെ MLA ആയതിന് മുമ്പുണ്ടായ സംഭവങ്ങളാണെന്ന് ഓർക്കണം. സ്ത്രീകളുടെ മുഴുവൻ അന്തസ്സുയർത്താൻ പ്രയത്നിക്കുന്ന ആ യുവതിയെ പക്ഷേ കേരളത്തിലെ കമ്മികളല്ലാത്ത പൊതുസമൂഹം വിശ്വസിച്ചതേയില്ല. രാഹുലിനെതിരെ ആരോപണമുണ്ടായതോടെ പിരായിരി അപ്പുക്കുട്ടൻ്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, നല്ല ഒന്നാന്തരം സ്വീകരണം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പുക്കുട്ടൻ്റെ കണക്കുകൂട്ടൽ ഒരിക്കലും തെറ്റാറില്ല. എൻ്റെ ഉണ്ണി വന്നോ എന്ന് ചോദിക്കുന്ന കവിയൂർ പൊന്നമ്മയെ പോലെ അവിടുത്തെ മഠങ്ങളിൽ രാഹുലിന് വേണ്ടി അമ്മമാരും മുത്തശ്ശിമാരും കാത്തിരിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. രാഹുൽ പാലക്കാട്ട് വന്നാൽ ചൂലെടുക്കും നാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കരുതിയില്ല. ചൂലെടുത്ത് മുറ്റം തൂത്ത് വെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കി കോലം വരച്ചവർ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ദയവായി കേരളത്തിലെ DYFIക്കാർ ഒരു കാര്യം ചെയ്യുക, പാലക്കാട്ടെ സരിനോടും വടകരയിലെ സീസറമ്മയോടും തോറ്റു എന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെയെങ്കിലും അബോധ മനസ്സിലേക്ക് ആ യാഥാർത്ഥ്യം തള്ളിക്കയറ്റുക. നമുക്ക് വേണ്ടത് ഡോക്ടർ സണ്ണി നകുലന് കൊടുത്ത ഓജസ്സും തേജസ്സുമുള്ള ഗംഗയെപ്പോലെ സഖാവ് മാതാശ്രീയെയും പിരായിരി അപ്പുക്കുട്ടനെയുമാണ്. അല്ല സഖാക്കളെ, ഓരോ വീട്ടിലും കയറി രാഹുലിൻ്റെ എന്ത് വൃത്താന്തമായിരിക്കും DYFI പറയാൻ പോകുന്നത്? അയാൾ ശ്രീലമ്പടനാണ്, ഗർഭം കലക്കിയാണ്, ചതിയനാണ്. അപ്പോഴവർ ചോദിക്കും, ചതിക്കപ്പെട്ട ഗർഭിണിയുടെ ആങ്ങളമാരാണോ നിങ്ങൾ? അവളെ കൊണ്ട് കേസ് കൊടുപ്പിക്കാത്തത് എന്താണ്? എന്നിട്ടവർ തിരിച്ചു കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിൻ്റെ മുകേഷും ഗണേഷുമോടാ, ശശിമാരെന്തിയേടാ, കടകംപള്ളി എവിടാടാ? ഒരു ഷോടയും കുടിച്ച് DYFIക്കാർക്ക് ഇറങ്ങിപ്പോരേണ്ടി വരും. ഇനി പാലക്കാട്ടെ BJPക്കാരുടെ അവസ്ഥയാണ് അതിലും ഭീകരം. പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്ന ആ കൃഷ്ണകുമാറിനോട് സ്വന്തം നഗരസഭയിലെ BJPക്കാർക്ക് വരെ എതിർപ്പാണ്. അയാൾ തല്ലിപ്പരട്ടിയ ഒരു സ്ത്രീയെ ചികിത്സിപ്പിച്ചത് സുരേഷ് ഗോപി കാശ് മുടക്കിയാണ്. അല്ലയോ DYFIക്കാരെ, BJPക്കാരെ, ജനങ്ങളുടെ ഇഷ്ടം വാങ്ങുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അയാൾ ആരെയെങ്കിലും പേടിപ്പിച്ച് ഗർഭിണിയാക്കി ഛിദ്രം ചെയ്തെങ്കിൽ പോലീസ് കേസെടുക്കട്ടെ, കോടതി വിധി പറയട്ടെ. ആരോപണ വിധേയരായ മറ്റ് MLAമാരൊക്കെ ആ ഒരു പരിഗണനയിലാണല്ലോ നിയമസഭയിൽ ഇടത്തും വലത്തും ഇപ്പോഴും ഇരിക്കുന്നത്. പിണറായി വിജയൻ്റെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ആ പരാതിക്കാരെ കണ്ടെത്താൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗർഭകാര്യവും പറഞ്ഞ് ലഘുലേഖയുമായി വീട് കയറാൻ പോകുന്നവർ ഓർക്കുക, അടിച്ചിറക്കാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും. മരമുറി ചാനലുകാരന് വല്ലാത്തൊരു ക്ഷീണമായിപ്പോയി രാഹുലിനെ അകത്തിടാൻ പറ്റാതെ പോയത്. അവർക്കിങ്ങനെ ഈ വിഷയം കത്തിച്ചു നിർത്താൻ എന്തെങ്കിലും ഒന്ന് വേണം. ചോദിച്ചപ്പോൾ DYFIയുടെ നേതാവ് വസീഫ് പറഞ്ഞു കാണും, ഞങ്ങൾ വീട് വീടാന്തരം കയറി പറയാൻ പോവുകയാണ് അയാളുടെ ഗുണവധിയാരം, അയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. ഇതാണ് ഇപ്പോഴത്തെ വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. കടകംപള്ളിയെ 10 വീട്ടിൽ കയറ്റി സ്വപ്നയുടെ ആരോപണത്തെ പൊളിക്കണം ആദ്യം DYFI. കടകംപള്ളിയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്നായിരുന്നല്ലോ അവരെന്ന് പറഞ്ഞത്. ഈ വസീഫ് എന്ന DYFI നേതാവ് ഇന്ന് വരെ വ്യക്തമായ ഒരു രാഷ്ട്രീയം എന്തെങ്കിലും ചാനൽ ചർച്ചയിൽ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എതിരാളികളെ പരിഹസിക്കാനും എടാപോടാ വിളിക്കാനുമല്ലാതെ അദ്ദേഹത്തിന് യാതൊരു വിധമായ കഴകത്തുമുള്ളതായി ഇതുവരെ തോന്നിയിട്ടില്ല.